എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പെൻഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇപ്പോഴും പല ആളുകൾക്കും എത്തിയിട്ടില്ല എന്നുള്ള കമന്റുകൾ കണ്ടു. അതുകൊണ്ട് തന്നെ നിങ്ങൾ മൊബൈലിൽ ഒന്ന് ചെക്ക് ചെയ്യണം. അത് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 26-ാം തീയതി ബുധനാഴ്ച മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് അന്ന് തുക എത്തിയത്. ബാങ്ക് അക്കൗണ്ടുകളിൽ ഇനിയും ആ ഒരു തുക എത്താത്ത ആളുകൾ സേവനയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സേവന വെബ്സൈറ്റിൽ ഒന്ന് പരിശോധിക്കാൻ മറക്കരുത്. കേന്ദ്ര വിഹിതവും അതും ഉടൻ എത്തുന്നതാണ്. ആർക്കെങ്കിലും ആ തുക ലഭിച്ചാൽ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. എങ്ങനെയാണ് ഇത് പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ്. ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന ആളുകളാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഈ മാസം കയ്യിലും എത്തിയിട്ടില്ലെങ്കിൽ അവർക്കും ഇത് പരിശോധിക്കാം. എല്ലാവർക്കും ഇത് പരിശോധിക്കാം. അപ്പൊ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളൊന്ന് പരിശോധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയൊന്ന് നോക്കുന്നതിന് മുമ്പ് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ എടുത്തിട്ട് സേവന പെൻഷൻ എന്നടിക്കുക. സേവന പെൻഷൻ ആദ്യം വരുന്ന ബാറിൽ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പെൻഷൻ ID നമ്പറോ അല്ലെങ്കിൽ ആധാർ നമ്പറോ വെച്ചിട്ട് ഇതിൽ ലോഗിൻ ചെയ്യുക. അത് അടിച്ചതിന് ശേഷം തൊട്ട് താഴെ ഒരു 6 അക്ക നമ്പർ ഉണ്ടാകും. അതുകൂടി എൻ്റർ ചെയ്തിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെൻഷന്റെ എല്ലാ വിവരങ്ങളും ഇതിലുണ്ടാകും. ആരുടെ പേരിലാണ് പെൻഷൻ, എപ്പോഴാണ് പെൻഷൻ അനുവദിച്ചത്, എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് സമർപ്പിച്ചിട്ടുള്ളത്, ഇനി എന്തെങ്കിലും സമർപ്പിക്കാനുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇതിൽ മനസ്സിലാകും. അവസാനം വിതരണം ചെയ്ത പെൻഷന്റെ കൃത്യത വരെ അതിൽ കാണാവുന്നതാണ്. ഈ 1600-ന്റെ വിതരണം പൂർത്തീകരിച്ചാൽ ഉടനെ തന്നെ ഇനി അടുത്തതും ഉണ്ടാകും എന്നുള്ളതാണ്. ഇനിയിപ്പോ പുതിയ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുമ്പോൾ പുതിയ സാമ്പത്തിക വർഷത്തിൽ പുതിയ കടമെടുപ്പ് അധികാരത്തിലേക്ക് സർക്കാർ കടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ 1 മാസത്തെ കുടിശ്ശിക കൂടി നമ്മൾ അധികമായി പ്രതീക്ഷിക്കുന്നു. സർക്കാർ നേരത്തെ പറഞ്ഞത് പ്രകാരം 3 മാസത്തെ കുടിശ്ശികയാണ് ഇനിയുള്ള സാമ്പത്തിക വർഷം, അതായത് ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിൽ നൽകുക. ഇതിന്റെ ആദ്യ വിതരണം വിഷു ഈസ്റ്ററും ഒരുമിച്ച് വരുന്ന മാസമായ ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അത് പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് ഒരുമിച്ച് നൽകാൻ വേണ്ടി നീട്ടി വെക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ ഒരു മാസം 3200 ഉണ്ടാകും എന്നുള്ളതാണ്. ക്രിസ്മസിനും 3200 പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അത് വിതരണം ചെയ്തില്ല എന്നുള്ളതാണ്. പിന്നീട് ആ ഒരു തുക തൊട്ടടുത്ത മാസം ജനുവരിയിലാണ് വിതരണം ചെയ്തത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം 3200 തന്നെ ഈ ഒരു ഏപ്രിൽ മാസത്തിൽ ഉണ്ടായേക്കും എന്നുള്ളതാണ്. വിഷുവിനോടും ഈസ്റ്ററിനോടനുബന്ധിച്ച് 3200 1 മാസത്തേത് ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യുന്നതും ഇത് കൂടാതെ 1 മാസത്തെ കുടിശ്ശിക കൂടി വിതരണം ചെയ്യും. ശേഷിക്കുന്ന 2 മാസത്തെ കുടിശ്ശികയായിരിക്കും ഉണ്ടാകുക. അതൊന്ന് ഓണത്തിനും മറ്റൊന്ന് പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു, അതിനോടനുബന്ധിച്ചും വിതരണം ഉണ്ടായേക്കും എന്നുള്ളതാണ്. ഇലക്ഷന്റെ സമയത്ത് നമുക്കറിയാം സർക്കാർ മറ്റ് സാമ്പത്തിക പ്രതിസന്ധികൾ എന്തുണ്ടെങ്കിലും ആ ഒരു ഇലക്ഷന് തൊട്ട് മുമ്പായിട്ടെങ്കിലും ആ ഒരു പെൻഷൻ വിതരണം ചെയ്യുന്ന ഒരു രീതിയിലാണ് ഉണ്ടാകുക. പെൻഷൻ എന്നാണോ പ്രഖ്യാപിക്കുക, അപ്പൊ അവസാന സമയമാണെങ്കിൽ സാധാരണത്തെ പോലെ പെൻഷൻ വിതരണം ചെയ്യും. അതേപോലെ ഒരു 10-ാം തീയതിയൊക്കെ ഇലക്ഷൻ നടക്കുകയാണ് എങ്കിൽ ഒരു 5-ാം തീയതി 6-ാം തീയതിയൊക്കെ പെൻഷൻ വിതരണം ആരംഭിക്കുന്ന രീതിയാണ് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. ആ ഒരു രീതിയിലുള്ള വിതരണം ഉണ്ടാകും. ഇനിയും നമുക്കൊരു 4-5 മാസം കാത്തിരിക്കണം. അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷന് 4-5 മാസം കാത്തിരിക്കണം. അതിനു മുമ്പുള്ള കുടിശ്ശിക വിതരണമാണ് ഏപ്രിൽ മാസത്തേത് നമ്മൾ പറഞ്ഞത്. അത് 2 മാസത്തേതായിരിക്കും ലഭിക്കുക. കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് അതിലും ഇതുപോലെ തന്നെ ആദ്യം കുറവുണ്ടാകും, പിന്നീടാണ് ആ ഒരു തുക എത്തിച്ചേരുക. അപ്പൊ ഈ ഒരു പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മസ്റ്ററിംഗ് ചെയ്യാത്തതുകൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ 20-ാം തീയതി വരെ, ഏപ്രിൽ 1 മുതൽ 20-ാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ട്. ആ ഒരു സമയത്ത് മസ്റ്ററിംഗ് ചെയ്യാം. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അത് കിട്ടും എന്നൊന്നും ഉറപ്പില്ല. ഇല്ലെങ്കിലും മെയ് മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ എന്തായാലും അവർക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ മാർച്ചിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക് ബൈ.